ഹലോ എവറി വൺ, ഐം ഡോക്ടർ മനോജ് ജോൺസൺ, ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ, ജോൺ മറിൻ ഹോസ്പിറ്റൽ, പാല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പല ആളുകൾക്ക് ഇത് പ്രശ്നമാണെന്നുള്ളത് ധാരണയില്ല, അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. കാരണം വേറെ ഒന്നുമില്ല, ഈ പറയുന്ന ഗ്യാസ് നിറയുന്ന പ്രശ്നങ്ങളുണ്ട്, നെഞ്ചരിച്ചിലുള്ളവരുണ്ട്, അതേപോലെ പുളിച്ചുകെട്ടൽ വരുന്നവരുണ്ട്, മോഷൻ ക്ലിയർ അല്ലാത്ത ആൾക്കാരുണ്ട്, ചില സമയത്ത് മുറുകിയായിരിക്കും പോകുന്നത്, ചില സമയത്ത് അയഞ്ഞായിരിക്കും പോകുന്നത്, കീഴ്വായു പ്രശ്നങ്ങളുണ്ട്, ഏമ്പക്കത്തിൻ്റെ പ്രശ്നമുണ്ട്. പക്ഷേ ഇതൊക്കെ സിവിയർ ആകുമ്പോൾ മാത്രം ആശുപത്രി പോകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ മരുന്ന് എടുക്കുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് സിവിയർ ആകുന്നതിനെക്കാട്ടിലും കൊല്ലങ്ങളോളം മുമ്പ് തന്നെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു പ്രശ്നമാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കൊരു ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. എപ്പോഴും വയറ് കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുമ്പം അവിടെ മാത്രം വരണമെന്നല്ല ഉള്ളത്. പല ആൾക്കാരും ശ്രദ്ധിച്ചു. ഇപ്പം നമ്മളിപ്പം പറയുകയാണ് താരൻ ഉണ്ടാകുന്നു, അതേപോലെ താരൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്, മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്, മുടി പെട്ടെന്ന് നരയ്ക്കുന്നുണ്ട്. ഇത് ഫുള്ള് കണക്റ്റഡ് ഗട്ട് കുടലിനകത്താണ്. അപ്പോൾ നമ്മൾ നോക്കണം, ഇത് ഇവിടെയല്ലേ കിടക്കുന്നത്, കുടൽ അവിടെയല്ലേ, ഇതെന്താണ് ബന്ധം എന്ന് ചോദിക്കും. അതേപോലെ തന്നെ ഈ റിപ്പീറ്റഡായിട്ട് അരിശപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇറിറ്റേറ്റഡ് ആകുന്ന ആൾക്കാരുണ്ട്, പിന്നെ ഒരു നേരം കഴിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നമാകുന്ന ആൾക്കാരുണ്ട്, തലവേദന സിവിയറായിട്ട് കൂടുന്നവരുണ്ട്. ഇതെല്ലാം ഗട്ട് കുടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതേപോലെ ചൊറിച്ചിൽ, കുരുക്കൾ, പാടുകൾ, ചുമന്ന ഡോട്ടുകൾ, വെള്ളപ്പാടുകൾ, ഇതെല്ലാം കുടലുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മളാകെ ഇവിടുത്തെ വയറിൻ്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. ഇങ്ങനെയല്ല. 80% മൈഗ്രെയിൻ ഉള്ളത് ഈ പറയുന്ന അസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിലാണ്. ഇവരിങ്ങനെ മൈഗ്രെയിന് മരുന്നെടുത്ത് നടക്കുകയാണ്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഒത്തിരി ലക്ഷക്കണക്കിന് ആൾക്കാരെ നമ്മളത് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താ, അവരുടെ വയറിൻ്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഭാഗമായിട്ട് അവർ പറയും, ഡോക്ടർ ഇപ്പോൾ നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പം ഉറക്കത്തിന് മരുന്നൊന്നും എടുത്തിട്ടില്ലേ ഇവർ. ഓക്കെ, എൻ്റെ വേദന കുറവുണ്ട്, ജോയിൻറ്റ് പെയിൻസ് കുറവുണ്ട്, നടുവേദനയും കഴുത്തുവേദന എനിക്ക് ഭയങ്കരമായിരുന്നു, അതൊക്കെ നന്നായിട്ട് കുറഞ്ഞു. അതേപോലെ തന്നെ ഭൂരിഭാഗം ആൾക്കാരും പറഞ്ഞേക്കുന്നൊരു കാര്യമാണ് മൈഗ്രെയിൻ. ഇപ്പോൾ എനിക്ക് മൈഗ്രെയിനേ ഇല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് വിശന്നിരുന്ന ആ പ്രശ്നം, വെയിലത്ത് പോയ പ്രശ്നം, യാത്ര ചെയ്ത പ്രശ്നം, ടെൻഷൻ അടിച്ച പ്രശ്നം, ആകെ പ്രശ്നമാണ്, കോഫി കുടിച്ച പ്രശ്നം, എല്ലാം പ്രശ്നമായിരുന്നു. ഇപ്പം അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അപ്പം ഇത് എൻ്റെ ഒരു PhD സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഗട്ട് മൈക്രോബ്സും തൈറോയിഡുമായിട്ടുള്ളൊരു കണക്ഷൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ കൂടുതൽ റിസർച്ച് ചെയ്ത് നമ്മളിപ്പോൾ നോക്കുന്നുണ്ടെന്ന് വെച്ചാൽ, ഓക്കെ, കുടലിലെ ഇപ്പം മൈഗ്രെയിൻ തലവേദന ഉണ്ടോ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് അത് ന്യൂറോളജിക്കൽ, അത് ഹോർമോണൽ, പല കാരണങ്ങളുണ്ട്. എന്നാലും ഒരു 80% കാരണം വരുന്നത് മൈഗ്രെയിനിൻ്റെ കാരണം ഗട്ട് കുടലായതുകൊണ്ട് നമ്മളിങ്ങനെ പ്രോബയോട്ടിക്സ്, പ്രീബയോട്ടിക്സ്, ഡൈജസ്റ്റീവ് എൻസൈംസ്, അങ്ങനെ കുറേ കാര്യങ്ങളിട്ട് കുടലിലെ കണ്ടീഷൻ ക്ലിയർ ആക്കി ദഹനമൊക്കെ ഒന്ന് പ്രോപ്പറാക്കി അസിഡിറ്റി ലെവലൊക്കെ കൺട്രോൾ ചെയ്യുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കായിട്ട് മൈഗ്രെയിൻ കുറയും. അപ്പോൾ ഞങ്ങളത് ഇത് നോക്കുകയാണ്. എപ്പോഴും വയറിൻ്റെ കുറേ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കും, ഇപ്പം മൈഗ്രെയിൻ എങ്ങനെയുണ്ട്, മൈഗ്രെയിൻ നല്ല കുറവുണ്ട് എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾക്ക് വയറിന് തന്നെ പ്രശ്നം വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നമുക്കിപ്പോൾ ആങ്സൈറ്റി ലെവൽ കൂടുക, വെറുതെ നടക്കാത്ത കാര്യങ്ങളെ നടക്കുമെന്ന് പറഞ്ഞ് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ഒരു പ്രശ്നമാണത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് 2-3 പ്രശ്നങ്ങളേ ഉള്ളൂ. അതിനകത്ത് ഒരു 50% കാരണം വയറായിരിക്കും, ബാക്കിയുള്ളൊരു 40% തൈറോയ്ഡായിരിക്കും. ഈ 2 കാര്യങ്ങളിലാണ്. പിന്നെയുള്ളത് ഹെറിഡിറ്ററിയും അതും ഇതൊക്കെ, അതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ്. എന്നുവെച്ചാൽ ഇവരുടെ കണ്ടീഷനിൽ ഈ ഓർഗൻസ് പ്രോപ്പറായിട്ട് ഫങ്ഷനെ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി പത്രമായിട്ട് ആങ്സൈറ്റി ലെവൽ കൂടും. ഈ ലോകം മൊത്തം കടന്നുറങ്ങിയാലും ഇവരിങ്ങനെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഇരിക്കുന്ന ഒരു രീതിയിലേക്ക് വരും. ചെറിയ കാര്യങ്ങൾക്ക് ഇറിറ്റേറ്റഡ് ആകും. കൂടുതൽ സ്ത്രീകളിലാണ് ഇത് കണ്ടുവരുന്നത്. അവർ വെറുതെ ഭർത്താവിനോട് വഴക്കുണ്ടാക്കും, മക്കളോട് വഴക്കുണ്ടാക്കും, അടിക്കും, ബഹളം വെക്കും, എല്ലാം കഴിഞ്ഞേച്ച് പിന്നെ കടന്ന് ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തേ, അയ്യോ അങ്ങനെയാണല്ലോ ഇങ്ങനെയാണെന്ന് സ്വയം കടന്ന് വിഷമിക്കും. ഇങ്ങനെ രീതികളെല്ലാം പോകുന്ന ആൾക്കാരുടെ, അതുകൊണ്ട് ഞാൻ എന്തിനാണ് ഈ ഗട്ട് മൈക്രോബ്സും തൈറോയിഡുമായിട്ടുള്ള കണക്ഷന് PhDയുടെ പുറകെ നടക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്ത റിസർച്ചുകളിൽ ഭൂരിഭാഗം കാര്യം മനസ്സിലായിരിക്കുന്നത്, ആർക്കൊക്കെ വയറിൻ്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടുണ്ടോ ഇവർക്ക് ഭൂരിഭാഗം ആളുകളിലും തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട്. അതായത് നമ്മൾ പൊതുവെ ചെക്ക് ചെയ്യുന്ന T3, T4, TSH അല്ല, അതിനെ തൈറോയിഡിന് ആൻറ്റിബോഡി, തൈറോയ്ഡ് ഗ്ലാൻഡ് സ്കാൻ, അതൊക്കെ ചെയ്യുമ്പോഴേ മനസ്സിലാകത്തുള്ളൂ. ഈ തൈറോയിഡൈറ്റിസ് വരുന്നത്, ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഗ്ലൂട്ടൻ ആൻഡ് തൈറോയ്ഡ് എന്ന് പറഞ്ഞു വെച്ചാൽ, എന്ന് വെച്ചാൽ ഇവർക്ക് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഉള്ളവരായിരിക്കും. അപ്പോൾ ഈ ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ഗോതമ്പിലും മൈദയിലും ഓട്സിലൊക്കെ ഉള്ള പ്രോട്ടീനാണ്. അപ്പോൾ ഈ ഗ്ലൂട്ടനും ബോഡിയിലേക്ക് കയറുമ്പോൾ അത് ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഉള്ള, ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ആളുകളിൽ ഇതെന്താ സംഭവിക്കുന്നത്, ബോഡിയുടെ ഇമ്മ്യൂണിറ്റി അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുമ്പം കുടലിലെ ചില സെൽസുകളും തൈറോയിഡിലെ ചില സെൽസുകളും ഏകദേശം സ്ട്രക്ചറലി സെയിം ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഡാമേജ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തൈറോയിഡിന് ഡാമേജ് വരും. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ തൈറോയിഡൈറ്റിസ്, അതായത് ഓട്ടോ ഇമ്മ്യൂൺ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടാകും. അതിന് പല കാരണങ്ങളും, ഒരു മെയിൻ കാരണമാണിത്.
അപ്പോൾ ഗ്ലൂട്ടൻ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഈ പറഞ്ഞ സ്കിൻ പ്രശ്നങ്ങൾ കൂടും, മുടി കൊഴിച്ചിൽ കൂടും, തൈറോയിഡൈറ്റിസ് കൂടും. ഈ തൈറോയിഡൈറ്റിസ് തുടങ്ങിയിട്ട് ഒരു 5-8 കൊല്ലത്തിനുള്ളിൽ നോർമൽ തൈറോയിഡ് പ്രശ്നങ്ങളും തുടങ്ങും. അതിന് മുമ്പ് ഇവരെല്ലാം ചെക്ക് ചെയ്യുന്നത് T3, T4, TSH എപ്പോഴും നോർമൽ ആയിരിക്കും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അപ്പോൾ ഈ വയറിൻ്റെ പ്രശ്നം കൊണ്ട് തൈറോയിഡൈറ്റിസ് ഉണ്ടാവും. തൈറോയിഡൈറ്റിസിൻ്റെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് ഹൈപ്പോ തൈറോയിഡിസമോ ഹൈപ്പറോ ഒന്നും ഉണ്ടാവും. എന്നിട്ട് അതിന് മരുന്നെടുക്കും. എത്ര മരുന്നെടുത്തെന്ന് പറഞ്ഞാലും ഈ സിംറ്റം ഒന്നും കുറയാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റൂട്ടിലേക്ക് വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിരയുടെ മരുന്ന് എടുത്തേച്ച് വിരയുടെ കണ്ടീഷനൊക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കുക, ഫംഗസ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കി എടുക്കുക, പ്രോബയോട്ടിക്കും പ്രീബയോട്ടിക്കും ഒക്കെ സപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ അബ്സോർപ്ഷനൊക്കെ ക്ലിയർ ആക്കി എടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നം കുറയും, നെഞ്ചരിച്ചിലും പുളിച്ചുകളിലും പ്രശ്നങ്ങൾ കുറയും. അപ്പോൾ ഈ കീഴ്വായൻ്റെ പ്രശ്നം തുടങ്ങും. എന്ന് വെച്ചാൽ വേണ്ടുന്ന ബാക്ടീരിയകൾ അവിടെ വേണം. ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ഇപ്പോൾ പാല് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെറുതെ ഒരു പാത്രത്തിൽ വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് അത് എന്താ പറയുക, കേടായി ചീഞ്ഞ് മണം വരാൻ തുടങ്ങും. പക്ഷേ തൈര് വെച്ചാൽ കുഴപ്പമില്ല. കാരണം ഈ പാലിലേക്ക് നമ്മൾ ബാക്ടീരിയ സപ്ലൈ ചെയ്യുന്നു. അപ്പോഴത്തേക്ക് അത് തൈരായി മാറുന്നു. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് അതിൻ്റെ ഡൈജഷൻ എല്ലാം ഈ ബാക്ടീരിയകൾ തീർത്ത് വെച്ചേക്കുവാണ്. അങ്ങനെ വരുമ്പോൾ എന്നാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് തൈര് കുറച്ച് നാളത്തേക്ക് നമുക്ക് വെക്കാൻ പറ്റും, പാല് നമുക്ക് വെക്കാൻ പറ്റില്ല. കാരണം പാലിന് ദഹിപ്പിക്കാനുള്ള ബാക്ടീരിയകൾ നമ്മുടെ കുടലിലുണ്ടെങ്കിൽ പാല് കുടിച്ചാൽ വലിയ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ എന്നാ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പാല് കഴിച്ച് കഴിയുമ്പോൾ അതിന് പ്രോപ്പറായിട്ട് ഡൈജഷൻ ആയില്ലെങ്കിൽ ഗ്യാസ് എന്നറിയും, കീഴ്വായ തുടങ്ങും, സ്കിന്നിന് ചൊറിച്ചിൽ തുടങ്ങും, ഏമ്പക്കം തുടങ്ങും, ടെൻഷൻ ലെവൽ കൂടും, ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ട് അല്ല ഇത് ചെയ്യുന്നത്. നമുക്ക് അത് ധാരണയില്ല ഇതെടുത്താൽ പ്രശ്നം ഉണ്ടല്ലോ. അതിന് എപ്പോഴും ഗ്യാസ് ട്രബിൾ പ്രശ്നമുള്ള ആൾക്കാരോട് ഞങ്ങൾ ആദ്യം പറയുന്ന കാര്യം, ചപ്പാത്തി പരിപാടി, ഗോതമ്പ് മൈദ പരിപാടി, പാല്, ഇത്രയും സാധനം കട്ട്. അപ്പം ഞാൻ പല വീഡിയോകളിലും പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വല്ലപ്പോഴൊക്കെ ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ പല ഹോട്ടലിലോ അല്ലെങ്കിൽ എയർപോർട്ടിൽ എന്തെങ്കിലും പോകുമ്പോൾ ആൾക്കാർ നേരിട്ട് കാണുമ്പോൾ ഡോക്ടറുടെ വീഡിയോ കണ്ടേച്ച് ഞാൻ പാല് കൂടി ഇങ്ങ് നിർത്തി, എൻ്റെ ഗ്യാസിൻ്റെ പ്രശ്നം ക്ലിയറായി, എനിക്ക് ഭയങ്കരമായിട്ടൊരു ആശ്വാസമുണ്ട്. ഡോക്ടറുടെ വീഡിയോയിന് ശേഷം ഞാൻ രാത്രി ചപ്പാത്തി ഡെയിലി കഴിക്കുമായിരുന്നു, ഞാൻ അതങ്ങ് നിർത്തി, എൻ്റെ കീഴ്വായോ ശല്യം മാറി. ഇങ്ങനെ അതായത് പറ്റുന്ന ആൾക്കാർക്ക് ഇതൊക്കെ കഴിച്ചു, പറ്റാത്ത ആൾക്കാരെന്ന് പറയുമ്പോൾ ഇതാണ് അതിന് ശ്രദ്ധിക്കേണ്ടത്. തൈറോയ്ഡ് പ്രശ്നം, സ്കിന്നിൻ്റെ പ്രശ്നം, കുടലിലെ വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നം, ഇത് 3ഉം കണക്റ്റഡാണ്. ഇത് 3നും ഈ 2 കാര്യങ്ങൾ പറ്റാത്തതാണ്. അതിപ്പം സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മാറ്റി വെച്ച് ഒരാഴ്ച നോക്കുക, എങ്ങനെ മാറ്റമുണ്ടെന്ന് നോക്കുക. അപ്പം പ്രോബയോട്ടിക്സ് ഏറ്റവും നല്ലതാണ്. ഇത് നാച്ചുറലായിട്ട് നമുക്ക് പഴങ്കഞ്ഞിയിൽ പ്രോബയോട്ടിക് ഉണ്ട്, അച്ചാറിലുണ്ട്. പക്ഷേ അച്ചാറിന് അളവ് കഴിക്കുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് അച്ചാർ ഞാൻ അധികം പ്രൊമോട്ട് ചെയ്യുന്നില്ല. പിന്നെ ഉള്ളത് തൈര്, ഏറ്റവും നല്ല സാധനമാണ് തൈര്, മോര്. ഞാൻ ഇത്രയും കാലത്തെ ഇതിനകത്ത് എനിക്ക് റിസർച്ച് ചെയ്തതിനകത്ത് ഏറ്റവും നല്ല ഭക്ഷണമായിട്ട് തോന്നിയേക്കുന്നത് 1 മുട്ട, ഇന്ന് തൈര്. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ഒരു ആവശ്യത്തിന് വേണ്ടുന്ന പോഷകങ്ങളൊക്കെ കിട്ടുന്നൊരു കാര്യം. അതായത് ഇത് ഡെയിലി ഉപയോഗിച്ച് ചില ആൾക്കാർക്ക് ഇത് കഴിച്ചാൽ പറ്റത്തില്ല, അവർ മാത്രം കഴിക്കാതിരുന്നാൽ മതി, അല്ലാത്തവരൊക്കെ കഴിക്കണേ. പാലിനെക്കാട്ടിലും 100% ബെറ്ററാണ് തൈര്, മോരെന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ദഹിപ്പിക്കാൻ ഈസിയാണ്. പാലിലുള്ള ഭൂരിഭാഗം പോഷകങ്ങളും തൈരിലുമുണ്ട്, ഹെൽത്തി ഫാറ്റും ഉണ്ട്, ഈ നല്ല ബാക്ടീരിയകളുണ്ട്, ഭൂരിഭാഗം കാര്യങ്ങളും നല്ലതാണ്. അപ്പോൾ അങ്ങനെ രീതിയിലാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞങ്ങളിവിടെ പറയുമ്പോൾ വെച്ചാൽ നമ്മളൊരു പ്രോബയോട്ടിക്കിൻ്റെ ഒരു ക്യാപ്സൂൾ കൊടുക്കും. ഈ ക്യാപ്സൂൾ പഴങ്കഞ്ഞിയിൽ ഇട്ടിട്ട്, അതായത് രാത്രി വെക്കുന്ന കഞ്ഞിയിലേക്ക് ഇട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ പുളിയില്ലാത്ത തൈരും പിന്നെ ബാക്കി തോരനോ മീനോ എന്തെങ്കിലും കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇതും അതേപോലെ നൈറ്റും ഇങ്ങനെ ഒരു 4-5 ദിവസം എടുക്കുമ്പോഴത്തേനും നമുക്ക് ഒത്തിരി കാര്യങ്ങൾക്ക് ചേഞ്ചസ് വരുന്നത്. അങ്ങനെ ഇത് നമ്മളിപ്പം അല്ലാതെ നമ്മൾ ക്യാപ്സൂലും പൗഡറും അങ്ങനെയൊക്കെ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. നാച്ചുറലായിട്ട് നമുക്കിത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യം. ഈ പുളിപ്പിച്ച സാധനങ്ങൾ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്, സോഡ പോലത്തെ സാധനങ്ങൾ. നമുക്കൊരു ആശ്വാസം, ഒരു ഏമ്പക്കം പോകുമ്പോൾ ഒരു ആശ്വാസം, പക്ഷേ അവിടെ ഡാമേജ് കൂട്ടുക. അപ്പം പാല്, അതേപോലെ തന്നെ ഗോതമ്പ് മൈദ ബേക്കറി സാധനങ്ങൾ, ചോക്ലേറ്റ്സ്, അതേപോലെ തന്നെ ഈ പറയുന്ന ഫെർമെൻറ്റഡ് ആയിട്ട് പുളിച്ച സാധനങ്ങൾ, ഇതൊക്കെ വളരെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇത് മാത്രം നമ്മൾ മാറ്റിയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട്, ബോഡി തന്നെ റിപ്പയർ ചെയ്ത് ക്ലിയർ ആക്കി എടുക്കുന്ന കാര്യമാണ്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ. Meditales. Do like, share and subscribe to Meditales. Follow us on Facebook, Instagram, WhatsApp, Threads and X.